5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല സിമ്പിൾ ആണ്. ചായ തിളക്കുന്ന സമയം മാത്രം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഈ ഒരു ലൂസിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോ നമുക്ക് ബ്രെഡ് ആണ് വേണ്ടത്. ബ്രെഡ് ഞാനിതാ ഇതുപോലെ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആയിട്ടും കട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഓരോ പീസും എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് നല്ലോണം മുക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാൻ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. മൈദന്റെ മിക്സിൽ മുക്കുമ്പം എല്ലാ സ്ഥലത്തും ആവുന്ന രീതിയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. ഒരു കൈ കൊണ്ട് മൈദന്റെ മിക്സിലും മറ്റേ കൈ കൊണ്ട് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുത്താൽ നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളിത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ചായക്കടി റെഡിയാവും. സാധാരണ ബ്രെഡ് പൊരിച്ചത് പോലെയല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം.